ഈ പരിപാടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ നടത്തുന്ന ആൾക്കാർക്കോ പങ്കെടുക്കാൻ പോകുന്ന ആൾക്കാർക്കോ കൃത്യമായിട്ട് അറിയില്ല. രണ്ടു കൂട്ടരും തെറ്റിദ്ധാരണ പുറത്താണ് പോകുന്നത്. സർക്കാരിന്റെ ഉദ്ദേശം വളരെ എന്താ പറയുക വ്യത്യസ്തമാണ്. അവര് ഇതിനെ ഒരു PR വർക്കായിട്ടാണ് ചെയ്യുന്നത്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഒരാഗ്രഹമുണ്ട്. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ ഏറ്റവും നല്ല സംവിധാനമുള്ള സ്ഥലമാണ് കേരളം എന്ന് ലോകത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണം. പക്ഷെ അവര് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഇന്നുള്ള എല്ലാ വിദേശ രാജ്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക എന്താ പറയുക ശക്തികളുമെല്ലാം അഗാധമായ പഠനം, ആഴത്തിലുള്ള പഠനം ഇന്ത്യയിലെ എല്ലാ മേഖലയെയും പറ്റി നടത്തുന്നവരാണ്, ലോകത്തെ പറ്റി നടത്തുന്നവരാണ്. അപ്പൊ ഓരോ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിന്റെ സ്ഥിതിയും അവിടുത്തെ അന്തരീക്ഷവും എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് സംഘം നരേന്ദ്രമോദിയെ ഇന്റർവ്യൂ ചെയ്തു. നമ്മുടെ മലയാളം ചാനലിന് വേണ്ടിയിട്ട്. ആ നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ കടൽ തീരം എത്ര ദൈർഘ്യമുള്ള കടൽ തീരമാണ് നിങ്ങളേത്. 2, നിങ്ങളുടെ മലയോര മേഖല അഡ്വഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മലമ്പ്രദേശം. 3, നിങ്ങളെ നദികൾ, ബാക്ക് വാട്ടേഴ്സ്. ഇത് 3ഉം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്ന് പ്രധാനമന്ത്രി കേരളത്തിലെ ഏറ്റവും പ്രമുഖ ചാനലിനോട് പറഞ്ഞതാണ്. അപ്പോ ഇതൊന്നും അല്ല ഉദ്ദേശം. അപ്പൊ ഇതൊക്കെ ആയിരിക്കണം ഉദ്ദേശം. പക്ഷെ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കളയാം എന്നൊരു മൂഢവിശ്വാസത്തിലാണ് ഗവൺമെന്റ് ഇത് നടത്തുന്നത്. പാവം പ്രവാസികൾ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ വരണം. ഏത് മലയാളിക്കും അവസാനം നാട്ടിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അത് ലോകത്തെല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇനി ശരി നന്നാവുകയാണെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസി അവൻ അവിടെ എത്തുമ്പോൾ അവനും നിരാശരാകുവാൻ. ഫലത്തിൽ 2 കൂട്ടരുടെ ഉദ്ദേശവും നടക്കാതെ പോകുന്നു. കുറച്ച് പൈസ ഗവൺമെന്റിന് ചെലവാകുന്നു. അതും എങ്ങനത്തെ ഗവൺമെന്റ്? മൂക്കറ്റം കടത്തിൽ മുങ്ങിയ ഗവൺമെന്റ്. എനിക്ക് ആകെയുള്ളൊരു സമാധാനം ഇത്തവണ 2-3 കോടിയല്ലേ പോകുള്ളൂ എന്നാണ്. ഇത് 10-20 കോടി ആയിരുന്നെങ്കിലോ ഇത് എത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊരു PR വർക്കാണ് ഗവൺമെന്റിന്. പ്രവാസികൾക്ക് നിരാശയും ഉണ്ടാവും.